പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച 2 സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡിലൂടെ AEWയിലേക്ക് പുതിയ റെസ്ലർ വന്നിരിക്കുന്നു. ജോഷ് അലക്സാണ്ടർ എന്ന് പറയുന്ന മുൻ TNA വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായെന്ന് ഇന്നത്തെ ഡൈനാമൈറ്റ് എപ്പിസോഡിലൂടെ ഡെബ്യൂ ചെയ്തിരിക്കുന്നത്. ഓവൻ ഹാർട്ട് കപ്പ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായി ഹാങ്മാൻ ആദം പേജിന് എതിരെ വന്ന ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു ജോഷ് അലക്സാണ്ടർ. എന്നാൽ ഹാങ്മാൻ ആദം പേജാണ് മത്സരത്തിൽ വിജയിച്ചത്. മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം ഡോൺ കാലിസ് ഫാമിലിയിലെ കൈൽ ഫ്ലെക്ചർ വന്നിട്ട് ഹാങ്മാൻ ആദം പേജിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ആദം പേജ് തിരിച്ചടിക്കുന്നുണ്ട്. ഇതേ ഒരു സമയത്ത് ജോഷ് അലക്സാണ്ടർ ആദം പേജിനെ ബാക്കിൽ നിന്ന് ആക്രമിച്ച് ഡോൺ കാലിസ് ഫാമിലിയിൽ ചേരുന്നതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. എന്തായാലും ജോഷ് അലക്സാണ്ടർ AEWയിൽ ഹീലായിരിക്കും എന്നുള്ളതും ഡൈനാമൈറ്റിൻ്റെ ഡെബ്യൂ ഷോയിൽ തന്നെ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഡെബ്യൂ മത്സരമാണ് ജോഷ് അലക്സാണ്ടറിനെ കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഡൈനാമൈറ്റിൻ്റെ മെയിൻ ഇവൻറ്റിലെ ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ജോൺ മോക്സ്ലിയുടെ ടീമിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് സമോവ ജോ, ഷിബാട്ട, അതുപോലെ തന്നെ സർപ്രൈസ് എൻട്രി ആയിട്ട് വന്ന പവർ ഹൗസ് ഹോപ്സ് തുടങ്ങിയവർക്കെതിരെയാണ് ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ യങ് ബക്സ്, സോർവി സ്ട്രിക്ലാൻഡ്, വില്ലോ നൈറ്റിംഗേൽ, അതുപോലെ തന്നെ ഈ ഡെത്ത് റൈഡേഴ്സ് ടീമിലെ അംഗമായ മരീന ഷെഫർ അങ്ങനെ തുടങ്ങിയ താരങ്ങളുടെയൊക്കെ ഒരു ഡിസ്ട്രാക്ഷനും ഇൻ്റർഫിയറൻസും ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചു. ഈ മത്സരത്തിൻ്റെ അവസാനം സമോവ ജോയുടെ സബ്മിഷൻ ഉപയോഗിച്ച് ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തിയിട്ടാണ് സമോവ ജോയുടെ പുതിയ ടീം വിജയിക്കുന്നത്. അവർ പുതിയ ട്രിയോസ് ചാമ്പ്യന്മാർ ആകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ജോൺ മോക്സ്ലിയെ തന്നെ ഈ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തുന്നതിലൂടെ ജോൺ മോക്സ്ലിയുടെ കൈവശമുള്ള നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് സമോവ ജോ ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഈ ഒരു ട്രിയോസ് ചാമ്പ്യൻഷിപ്പിൽ ജോൺ മോക്സ്ലിയുടെ ടീം പരാജയപ്പെട്ടതും ജോൺ മോക്സ്ലി തന്നെ സബ്മിറ്റ് ചെയ്യപ്പെട്ടതും അത് ജോൺ മോക്സ്ലിയുടെ AEWയിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പുഷിൻ്റെ ഒരു അവസാനത്തിലേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഷിൻ്റെ ഏറ്റവും എൻഡിങ് ടൈം ആയി തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പേപ്പർ വ്യൂവിൽ മിക്കവാറും ഡബിൾ ഓർ നത്തിങ്ങിൽ ജോൺ മോക്സ്ലിയുടെ ചാമ്പ്യൻഷിപ്പിനെ സമോവ ജോ ചലഞ്ച് ചെയ്യാനും സാധ്യതകളുണ്ട്. എന്തായാലും ജോൺ മോക്സ്ലിയുടെ കൈവശമുള്ള ആ ടൈറ്റിൽ ഇനി അധിക കാലം ജോൺ മോക്സ്ലിയുടെ കൈവശം ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ഏകദേശം ഇന്നത്തെ ഡൈനാമൈറ്റ് എപ്പിസോഡിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഡൈനാമൈറ്റ് എപ്പിസോഡ് ഇന്ന് കിടിലമായിരുന്നു. ലൈവ് കണ്ട കൂട്ടുകാർ അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് റെസ്ലിംഗ് ഇൻഡസ്ട്രിയെ ഞെട്ടിച്ചുകൊണ്ട് റോമൻ റീൻസിൻ്റെ വമ്പൻ ഇൻ്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് പങ്കുവെക്കാനുള്ളത് റോമൻ റീൻസ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. റോമൻ റീൻസ് ഇൻ്റർവ്യൂവിൽ പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഇനി തൻ്റെ കോൺട്രാക്റ്റിൽ 1-2 വർഷമേ ബാക്കിയുള്ളൂ. എന്നാൽ ആ വാർത്ത വന്നതിന് ശേഷം നമുക്ക് അറിയാൻ സാധിച്ച മറ്റ് അപ്ഡേറ്റ്, റോമൻ റീൻസ് ഏറ്റവും അവസാനമായി WWEയുമായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റ് പ്രകാരം റോമൻ റീൻസിൻ്റെ കോൺട്രാക്റ്റ് അടുത്ത വർഷം റസൽമീനിയ 42 ആ ഒരു സമയത്തോടു കൂടി അവസാനിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ റോമൻ റീൻസ് പറയുന്നത് 2 വർഷമെങ്കിലും ബാക്കിയുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2027 വരെയുള്ള ഒരു റസൽമീനിയ വരെ റോമൻ റീൻസ് WWEയിൽ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു വർഷത്തോട് കൂടിയിട്ട് റോമൻ റീൻസ് റസ്ലിംഗ് റിങ്ങിനോട് വിട പറയും എന്നുള്ളത് റോമൻ റീൻസ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. WWEയിൽ റസ്ലിംഗ് നിർത്തും എന്നുള്ളതും റോമൻ റീൻസ് ഉറപ്പ് പറയുന്നുണ്ട്. അധികം ഈ ഫിസിക്കൽ എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി തന്നെ കൊണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും റോമൻ റീൻസ് പറയുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഡേറ്റ് റോമൻ റീൻസ് വെളിപ്പെടുത്തിയിരിക്കുന്നു. റെസ്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഈ ഒരു വാർത്ത ഈ ഒരു സമയത്ത് റസൽമീനിയ 41 ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സമയത്ത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും റെസ്ലിംഗ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു വാർത്ത റോമൻ റീൻസ് ഇപ്പോൾ പങ്കുവെക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. മിക്കവാറും റോമൻ റീൻസ് WWEയിൽ റെസ്ലിംഗ് നിർത്തിയാൽ ഹോളിവുഡിലേക്ക് ഒരു കൈ നോക്കാൻ സാധ്യതയുണ്ട്. ഹോളിവുഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളതും റോമൻ റീൻസ് മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കസിനായ ദ റോക്ക്, സൂപ്പർ താരങ്ങളായ ബാറ്റിസ്റ്റ, ജോൺസിന തുടങ്ങിയവരൊക്കെ ഹോളിവുഡിലേക്ക് പോയത് ഇതേപോലെ റോമൻ റീൻസിന് ലഭിച്ച ഒരു സ്റ്റാർഡം കിട്ടിയ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാർഡം യൂസ് ചെയ്യാനായിരിക്കും റോമൻ റീൻസ് ഇനി അങ്ങോട്ടേക്ക് ശ്രമിക്കുക. എന്തായാലും 2027 കൂടി റോമൻ റീൻസ് WWEയിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുമെന്നുള്ളതും റോമൻ റീൻസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.